കണ്ണു നിറയുന്നേ അൻപിനായുള്ളവും കണ്ണു നിറയുന്നേ വന്ദനാമേ യേശുരക്ഷാകനൻ നായകനേ വന്ദനാമേ വന്ദനാമേ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവനാമോഹമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ചില നാൾക്ക് ശേഷമായിട്ട് പിന്നെയും വചനവുമായിട്ട് പ്രയർ ഗ്രൂപ്പിൽ കടന്നു വരുവാൻ വലിയവനാ ദൈവം സഹായിച്ചില്ല. കൃപയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുകയാണ്. പ്രത്യേകാല എന്നെ മീറ്റിംഗിൽ ക്ഷണിച്ചതായ ഞങ്ങൾ വളരെ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന പ്രിയ റോയ് പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം ധാരാളമായിട്ട് ദേവദാസിനെ അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും കഴിഞ്ഞ പല സന്ദർഭങ്ങളിൽ പാസ്റ്റർ എന്നെ മീറ്റിങ്ങിനായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ചിലപ്പോൾ ഞാൻ വിചാരിക്കും പാസ്റ്റർ ഇനി എന്നെ വിളിക്കത്തില്ലായിരിക്കുമെന്ന്. എന്നാൽ പിന്നെയും പാസ്റ്ററും അടുത്ത് പോകാതെ മീറ്റിങ്ങിനായിട്ട് സിസ്റ്റർ ഇന്ന ദിവസം പറ്റുമോ, ഇന്ന ദിവസം പറ്റുമോ എന്നൊക്കെ വളരെ ചിലവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചോദിക്കത്തില്ല, അങ്ങ് പോട്ടെ എന്ന്. പക്ഷെ പാസ്റ്റർ അങ്ങനെയല്ല, വളരെ ഉത്സാഹത്തോടെ പിന്നെയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വലിയൊരു കൃപയാണ് ദൈവം. പ്രിയ ദേവദാസിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതുപോലെ പാടിയതായ പ്രിയ സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച പ്രിയ ആന്റിമാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവസങ്ങളിലൊക്കെ ദൈവം ഓരോ വചനത്തിൽ കൂടി ദൈവം നിങ്ങളോട് ഇടപെടുന്നു, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദിവസങ്ങളിൽ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തന. പക്ഷെ നമ്മുടെ വാഗ്ദത്തങ്ങൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയുമോ? അത് വിശ്വാസത്താൽ പ്രാപിക്കണം. പലപ്പോഴും നമ്മൾ വാഗ്ദത്തങ്ങൾ കേട്ട് നമ്മൾ അങ്ങ് പോകുന്നവരാണ്. എന്നാൽ ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. വാഗ്ദത്തങ്ങളിൽ സ്തോത്രം നാം ഒന്ന് വിശ്വസിക്കണം. ദൈവം അത് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുമെന്നുള്ള ഒരു പൂർണ്ണമായ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കത് പ്രാപിപ്പാൻ ഇടയായിത്തീരും. ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ദയവായിട്ട് ആരും ഉറങ്ങി ദൈവവചനം കേൾക്കരുത്. കാരണം നാം ഉറങ്ങിക്കഴിഞ്ഞാൽ പിശാചിൻ ദൈവം കള വിതയ്ക്കും. ആമേൻ. പിശാചിന് പറ്റിയ അവസരമാണ് നാം ഉറങ്ങുന്നത്. കാരണം വചനം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലോട്ട് അതങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ വിടുതലാണ് സംഭവിക്കുന്നത്. പക്ഷെ നാം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ സ്തോത്രം വചനം വരുന്നതിന് പകരം പിശാച് കള വിതച്ച്, അത് നിരാശയുടെ കളയാകാം, അല്ലെങ്കിൽ മറ്റു ഭാരങ്ങളാകാം, ചിന്തകളാകാം. ഏതെങ്കിലും കള നമ്മുടെ ഉള്ളിൽ വിതച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രാപിപ്പാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഉത്സാഹത്തോടെ താല്പര്യത്തോടെ കർത്താവേ വചനം എന്നോട് ഇടപെടണം, ഇന്നൊരു പകൽക്കാലം കേൾക്കുന്ന വചനം എന്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണം, വിശ്വാസത്തോടെ ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് പാകപ്പെടുത്തിയിരിക്കാമെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി ഒന്ന് വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. നമുക്ക് വേഗത്തിൽ വായിക്കാം. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 9:23. ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വായിച്ചാൽ ഉപകാരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 9:23. യേശു അവനോട്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലം കഴിയും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇവിടെ പറയുന്നത് യേശു ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലതും സാധ്യം, സകലതും കഴിയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒന്ന് വിശ്വസിക്കുക. ഏതൊക്കെ എനിക്കറിയില്ല, നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്നൊന്നും ഞാൻ അറിയുന്നില്ല, എന്നാൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അറിയുന്നു, സ്വർഗത്തിലെ ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ വിഷയത്തിന്മേൽ ദൈവം ഒരു പരിഹാരം നൽകും. എന്റെ ദൈവത്തിന് സകലതും കഴിയും. വിശ്വസിച്ചാൽ സ്തോത്രം. ഹല്ലേലൂയ. സകലതും ഒന്നും അസാധ്യമാകുകയില്ല. വിശ്വസിച്ചാൽ ഇന്നെന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ആയിരിക്കുകയാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളോടും ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ പറയുന്നത് സ്തോത്രം. ഹല്ലേലൂയ. യേശു അവനോട്, നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും എന്ന് പറഞ്ഞു. അതിന്റെ 9:14 മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെതായ സംഭവം നമുക്ക് അറിയുവാനായിട്ട് കഴിയും. അവൻ യേശു ശിഷ്യന്മാരുടെ അടുക്കൽ വന്നാറെ പുരുഷാരം ശിഷ്യന്മാരെ ചുറ്റി നിൽക്കുന്നത് കണ്ടിട്ട് യേശു വന്ന് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ തർക്കിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പുരുഷാരം യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അതിലൊരു വ്യക്തി യേശുവിനോട് പറയുകയാണ്, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. അവൻ നുരച്ചു പല്ലുകടിച്ചു വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു.
ആമേൻ ഒരു രോഗം ബാധിച്ച ഒരു മകനുമായിട്ട് പിതാവ് ആമേൻ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ആമേൻ ഈ അപ്പൻ കടന്നു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ മകന് സുഖമില്ല, അവൻ പൈശാചിക ബന്ധനങ്ങളാൽ അവൻ ഭാരപ്പെട്ട് ആ പിശാച് വളരെ അധികം അവനെ ഉപദ്രവിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മകനെ ഒന്ന് സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ആമേൻ അതിന്റെ താഴത്തുള്ള ഭാഗം വായിക്കുമ്പോൾ അത് കേട്ടിട്ട് യേശു അവരോട് പറയുകയാണ്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ പൊറുക്കും. അവൻ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരാണ്. യേശു പലരെ സൗഖ്യമാക്കിയതും അവൻ പല ഭൂതങ്ങളെ ഒഴിപ്പിച്ചതും എല്ലാം കണ്ട ശിഷ്യന്മാരാണ്. എന്നാൽ അവർക്ക് വിശ്വാസത്തിൽ വളരുവാനായിട്ട് ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. അവൻ പല വിടുതലുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നതൊക്കെ നാം അനുഭവിക്കുന്നുണ്ടെങ്കിലും പിന്നെയും ചില പ്രതിസന്ധികൾ വരുമ്പോൾ നാം പലപ്പോഴും അവൻ അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നാം പറയാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, ദൈവത്തിനൊന്ന് പറയുവാനുണ്ട്. നമ്മുടെ അവിശ്വാസത്തെ ഒന്ന് മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ, ആമേൻ നമ്മുടെ അവിശ്വാസത്തിന്റെ വാക്കുകളെ ഒന്ന് ദൂരോട്ട് എറിഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് കഴിയത്തുള്ളൂ. അതിനുശേഷം താഴോട്ട് വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഹാലി യേശു ഹാലി ആ പിതാവിനോട് പറയും, നിന്റെ മകനെ ഇവിടെ കൊണ്ടുവാ. അവൻ എത്ര നാളായി അവൻ ഈ പ്രശ്നം തുടങ്ങിയിട്ടെന്ന് പറയുമ്പോൾ അവൻ ആ മനുഷ്യനും പറയണ, ചെറുപ്പം മുതൽ തന്നെ അവൻ അസ്വസ്ഥത അവനുണ്ട്. അവൻ തീയിലും വെള്ളത്തിലും ഒക്കെ ഈ ആത്മാവ് അവനെ തള്ളിയിട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ പിതാവ് യേശുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ. യേശുവിനോട് ഈ മനുഷ്യൻ പറയുകയാണ്, നിന്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്റെ മകനെ സൗഖ്യമാക്കുവാൻ. നിന്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നപ്പോൾ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശുവേ, നിന്നാൽ കഴിയുമെങ്കിൽ അവൻ മനസ്സലിഞ്ഞ് എന്റെ മകനെ ഒന്ന് സൗഖ്യമാക്കണം. അപ്പോഴാണ് യേശു പറഞ്ഞത്, ആമൻ ഹല്ലേലൂയ, കഴിയുമെന്നോ? ആമൻ നിന്നാൽ കഴിയുമെങ്കിൽ എന്നാണോ നീ ചോദിക്കുന്നത്? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറവില് ഇന്ന് പകൽക്കാലമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഏത് വിഷയത്തെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ആമേൻ ഹല്ലേലൂയ. ഏത് വിഷയമാണ്? തലമുറയുടെ വിഷയമാണോ? ശുശ്രൂഷയുടെ വിഷയമാണോ? ആമേൻ മുന്നോട്ട് പോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന വിഷയമാണോ? ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ആമേൻ ഏൽപ്പിച്ചു കൊടുക്കാമേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ നാളുകൾ നീ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങള്, അവൻ ശുശ്രൂഷയിൽ എന്നെ അവൻ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങള്, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു. അതെന്റെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കണമേ എന്ന് ഒന്ന് ദൈവത്തോട് ഒന്ന് ചോദിക്കാമെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുവാനായിട്ട് ഇടയായി തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലപ്പോഴും ദൈവം ചില ശുശ്രൂഷകള് നമ്മുടെ മേൽ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് അങ്ങ് അവിശ്വാസമാണ്. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാകുമോ? ഞാൻ പ്രാർത്ഥിച്ചാൽ അവർക്കൊരു സമാധാനം ലഭിക്കുമോ എന്ന് പലപ്പോഴും അവിശ്വാസത്തിന്റെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് പകൽക്കാലം ആ ചിന്തകളെ മാറ്റണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. എന്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. പലപ്പോഴും പല ആന്റിമാരും എന്നെ പ്രാർത്ഥിക്കാൻ വിളിക്കാറുണ്ട്. ഒരു ദിവസം രാത്രിയില് ഒരു ആന്റി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എന്നെ മോളെ എന്നാണ് വിളിക്കുന്നത്, വലിയ സ്നേഹമാണ് എന്നോട്. ആന്റി എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ എനിക്ക് കഴിയുന്നില്ല, എനിക്ക് പല ചിന്തകളാണ്. ഞാൻ എങ്ങനെയോ നേരം വെളുപ്പിക്കുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, നീ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ആകെ അങ്ങ് ടെൻഷൻ വന്ന്, കർത്താവേ, പാസ്റ്റർ ഇവിടെ ഇല്ല, പാസ്റ്റർ പുറത്ത് മീറ്റിങ്ങിന് പോയിരിക്കും, ഞാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ? എനിക്ക് ആകെ ഒരു ടെൻഷൻ ആയിരുന്നെങ്കിലും സ്തോത്രം, ആ സമയത്ത് പാസ്റ്റർ ഇല്ലാത്ത, അല്ലെങ്കിൽ പാസ്റ്റർ ഉണ്ടായിരുന്നേ പെട്ടെന്ന് ഞാൻ പാസ്റ്ററിൽ കൊടുക്കുമായിരുന്നു. എന്നാൽ പാസ്റ്റർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടോ എങ്കിലും ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു, കർത്താവേ, വലിയ യോഗ്യതയോ കൃപകളോ ഒന്നും എനിക്കില്ല, എങ്കിൽ ഈ ആന്റിയോടൊന്ന് മനസ്സലിയണം. ഇന്ന് രാത്രികാലം അവരുടെ ചിന്തകളെ മാറ്റി, അവരെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ മാറ്റി ഇന്ന് രാത്രികാലം സുഖമായി ഉറങ്ങി പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കണമേ എന്ന് എന്റെ ആ വിശ്വാസം, ആ കൊച്ചു വിശ്വാസം കൊണ്ട് ഞാൻ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. ആമേൻ സ്തോത്രം, ഹാലേലൂയ. രാവിലെ ആന്റി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങി, എത്രയോ നാളായെന്നറിയാമോ ഞാനൊന്ന് ഉറങ്ങിയിട്ട്. പക്ഷെ ഇന്നലെ ഞാൻ എല്ലാ വേദനകളും മറന്ന് ഞാൻ സുഖമായി ഉറങ്ങി. രാവിലെ ഞാൻ എഴുന്നേറ്റ് ഒത്തിരി ഞാൻ പ്രാർത്ഥിച്ചു മോളെ. അത് കേട്ടപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ മാസവും വ്യാഴാഴ്ച ഞങ്ങൾ തമിഴ്നാട് ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും പോകുന്നുണ്ട്. അവിടെ ഒരു ഭവനത്തിൽ വെച്ച ഒരു കൂട്ടായ്മ. സ്തോത്രം. അപ്പോൾ ഒരു ആന്റി എന്നോട് പറഞ്ഞു, മോളെ, നിനക്ക് പിശാചിന്റെ മേൽ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കത് വിശ്വസിക്കാൻ ശരിക്കും കഴിഞ്ഞില്ല. കാരണം പലയിടവും പിശാച് ഇങ്ങനെ ഒഴിയുന്നൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മുടെ പാസ്റ്റർ ആ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള ചിന്ത എനിക്കില്ലായിരുന്നു. എന്നാൽ ഞങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞങ്ങൾ പാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പിറകിൽ
രാവിലെ ചേറിലായിരുന്നത്. എന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ, ഒരു 10-28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. അവന് വിവാഹമൊന്നും ആയിട്ടില്ല. ഒത്തിരി വിഷയങ്ങൾ അവന്റെ മുൻപിലുണ്ട്. എന്നാൽ ഞങ്ങൾ പാട്ടുപാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശക്തമായിട്ട് കൈയടിക്കും. അവൻ കൈയടിച്ച് ഞാൻ ശക്തമായിട്ട് അന്യഭാഷ പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ കണ്ണുകൾ അടച്ച് അന്യഭാഷയിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്റെ മുമ്പിലിരുന്ന ഈ മനുഷ്യൻ അലറി വിളിക്കുവാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഈ മനുഷ്യൻ എന്നെ തിരിഞ്ഞു തിരിഞ്ഞ് നോക്കിയാണ്. ഞാൻ പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഈ മനുഷ്യൻ കണ്ണൊക്കെ ഉരുട്ടിയിട്ട് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുള്ളൂ. ഞാൻ വെച്ച കർത്താവ് ഇതെന്തോ എന്നെ ഇങ്ങനെ നോക്കുന്നത്. ആമേൻ. ഞാൻ പിന്നെ ഞാൻ ഉച്ചത്തില് ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ആമേൻ, സ്തോത്രം. ഇയാൾ അലറി വിളിച്ചിട്ട് ആമേൻ കുനിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ തിരിഞ്ഞു നോക്കും. പിന്നെ 2 ചെവിയും പൊത്തിയിട്ട് അലറി വിളിക്കുന്ന ഞാൻ കണ്ടു. പ്രയർ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനോട് ഞങ്ങളുടെ പാസ്റ്റർക്ക് പോയി പറയുകയാണ്, പാസ്റ്ററെ, ആ സിസ്റ്റർ കൈയടിച്ചപ്പോൾ അന്യഭാഷ പറഞ്ഞപ്പോൾ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. എനിക്കാകെ വെപ്രാളം, എനിക്കാകെ പരവേശം ഉണ്ടായെന്ന് പറയാൻ ഇടയായി തീർന്നു. ഭവനത്തിൽ വന്നിട്ട് അവൻ പാസ്റ്ററിനോട് പറഞ്ഞു, ഇപ്പൊ നിനക്ക് ബോധ്യമായോ? ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ദൈവം നമ്മിൽ ഓരോ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നാം അവിശ്വാസം കൊണ്ടിരുന്നാൽ നാം ഒതുങ്ങി പോകത്തേ ഉള്ളൂ. എന്നാൽ വിശ്വാസത്തോടെ നാം ചുവടുകൾ വെക്കാമെങ്കിൽ ഏത് ശത്രുവും നമ്മുടെ മുമ്പിൽ കീഴടങ്ങും. ഏത് വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ പരാജയപ്പെടുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആര് ദൈവസ്ഥലിൽ മുട്ടുമടക്കിയിട്ടുണ്ടോ ഇന്ന് പകൽക്കാലം ചിലത് പ്രാപിക്കും. ആമേൻ. നിങ്ങൾ കരയുന്ന വിഷയത്തിന്മേല, ആമേൻ, നിങ്ങൾ ഞരങ്ങുന്ന വിഷയത്തിന്മേല മറ്റാരും അറിയുന്നില്ലെങ്കിലും, മറ്റാരും നിങ്ങളുടെ വിഷയത്തെ കേൾപ്പാനില്ലെങ്കിലും, ആമേൻ, കേൾക്കുന്ന ദൈവം, നീ വിശ്വാസത്തോടു കൂടിയാണോ ദൈവത്തിന്റെ സ്ഥലം നിലവിളിക്കുന്നത്, സ്വർഗം തുറന്ന് മറുപടി തരുവാനായിട്ടിടയായി തീരും. ഇവിടെ യേശു ആ മനുഷ്യനോട് പറയുകയാണ്, നിന്നാൽ കഴിയുമെങ്കിലെന്നാണോ? ആമേൻ. വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ആമേൻ. ഉടനെ ആ ബാലന്റെ അപ്പൻ നിലവിളിക്കുകയാണ്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്ക് കേട്ട ഉടനെ ഈ മനുഷ്യൻ, അയ്യോ, എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ, എന്റെ യേശുപ്പാ, എനിക്ക് അവിശ്വാസം വന്നു പോയി, ഒരു അവിശ്വാസം എന്റെ ജീവിതത്തിൽ വന്നു പോയി, ക്ഷമിക്കണമേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ നിലവിളിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ സ്വർഗം ശാസിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അവൻ സ്വതന്ത്രമാകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആയിരുന്നു നാളുകളായി ഹല്ലേലൂയ നിന്നെ കിടപ്പിലാക്കി കളയുവാൻ ശത്രു ഒരുക്കുന്ന ചില ബന്ധനങ്ങൾ ഉണ്ടല്ലോ. അവൻ, നീ പ്രവർത്തിക്കരുത്, നീ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യരുത്, നീ ദൈവത്തിന് വേണ്ടി ഓടരുത്, നീ അധ്വാനിക്കരുതെന്ന് പറഞ്ഞ് ശത്രു ചിലരെ ഒതുക്കി രോഗബന്ധനങ്ങൾ ഇട്ട് അവൻ ശത്രുവിന്റെ പോരാട്ടങ്ങൾ ഉണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വാസത്തോടെ എഴുന്നേൽക്കാമെങ്കിൽ എത്ര വലിയ ശക്തിയാണ് നിന്റെ മുൻപിലാണെങ്കിലും അവയെ കീഴ്പ്പെടുത്തുവാൻ ഒരു അധികാരം അവൻ വിശ്വസിക്കുന്നിടമേൽ ദൈവം പകരുവാനിട്ടിടയായി തീരും. പ്രൈസ് ഗോഡ്. അത് കഴിഞ്ഞ് നമ്മൾ 27-28 വായിക്കുമ്പോൾ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കൽ വന്ന് സ്വകാര്യമായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവേ, ഞങ്ങൾക്ക് അതിനെ എന്താ പുറത്താക്കാൻ കഴിയാതിരുന്നത്? ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. യേശു ചെയ്ത അത്ഭുതങ്ങൾ കണ്ടവരാ. ആമേൻ, ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ ആമേൻ നടന്നവരാ. എന്നാൽ അവർക്ക് ആരോഗ്യ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. സ്വകാര്യമായിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്താ യേശുവെ ഇതിനെ പുറത്താക്കുവാൻ കഴിയാത്തതെന്ന്. ആമേൻ. ഇവിടെ പറയുന്നത്, അതിന്റെ 29 പറയുന്നത്, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകത്തില്ലെന്ന്. എന്നാൽ ഇതേ ആമേൻ അനുഭവം നമുക്ക് മത്തായിയിൽ പറയുമ്പോൾ അവിടെ ആമേൻ പറയുന്നത്, ആമേൻ, സ്തോത്രം, പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ അവൻ അവരോട് പറയുകയാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. ആമേൻ. നിങ്ങളുടെ അല്പവിശ്വാസം. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്നത്, പ്രിയ ദൈവജനമേ, ഒരു ചെറിയ വിശ്വാസമല്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം നീ ഏതിലാണോ, ആമേൻ, ഹല്ലേലൂയ, നീ ഏത് വിഷയത്തിലാണോ, നീ ഏത് വിടുതലാണോ നീ ആഗ്രഹിക്കുന്നത്, അത് നീ പൂർണ്ണമായി നീ വിശ്വസിക്കണം. എന്റെ ദൈവത്തിന് അത് കഴിയും. ഈ വിഷയത്തെ പരിഹരിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ. എന്നെ മാനിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എനിക്കൊരു തലമുറ തരുവാൻ ദൈവത്തിന് കഴിയും. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായി നാം വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവർത്തനം വെളിപ്പെടുന്നത്. ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വകാര്യമായിട്ട് ആരും കാരണം അവര് നാണം കെട്ടുപോയി, ആരും അറിയാതെ യേശുവിനോട് ചോദിക്കുകയാണ്, ആമേൻ, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാത്തത് എന്താ? യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ, അത് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ്. എന്നിട്ട് കർത്താവ് ഒരു ഉദാഹരണം, കർത്താവ് എപ്പോഴും പല കാര്യങ്ങൾ ഉദാഹരണത്തിൽ കൂടെയാണ് തെളിയിക്കുന്നത്, അല്ലെ? ഇവിടെ ആമേൻ, സ്തോത്രം, മത്തായി 17:21 കർത്താവ് പറയും, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. ആമേൻ. നമുക്കറിയാം, ആമേൻ, സ്തോത്രം, ഒരു കടുക് നമുക്ക് അതൊന്ന് പൊട്ടിച്ചു നോക്കിയാൽ കടുകിനകത്തൊരു ശൂന്യതയില്ല, ഒരു നിറഞ്ഞ മണിയാണ് അതിനകത്ത്.
അങ്ങനെയെങ്കിൽ ആമേൻ കടുകുമണിയോളം വിശ്വാസമാണെങ്കിലും അതൊരു നിറഞ്ഞൊരു വിശ്വാസമാകണം. ഒരിക്കലും അതിനകത്തൊരു അവിശ്വാസം കടന്നു വരുവാൻ പാടില്ല. ഒരിക്കലും അതിനകത്തൊരു ശൂന്യത കടന്നു വരുവാൻ പാടില്ല. കാരണം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും നമ്മളെ വഴിയിലിട്ടേച്ച് പോകുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമെങ്കിൽ കടുകുമണിയോളം വിശ്വാസമേ എനിക്കുള്ളൂ, മതി. ആമേൻ സ്തോത്രം. നീ അത് വെച്ചൊന്ന് പിടിച്ചു കയറ, ആ വിശ്വാസത്തിൽ ഒന്ന് പിടിച്ചു കയറ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ ഒന്നും അസാധ്യമാകുകയില്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എബ്രായർ 11:6 വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ആമേൻ. പ്രാർത്ഥന നല്ലതാ, ആമേൻ. ഉപവാസം നല്ലതാ, നാം കരയുന്നത് നല്ലതാ, ട്രാക്ട് കൊടുക്കുന്നത് നല്ലതാ. പക്ഷെ ഒന്ന് പറയട്ടെ, ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. നമുക്കറിയാം, നമ്മൾ ഒരു ബിൽഡിംഗ് വെക്കുമ്പോൾ ഒരു നിലയുള്ള ബിൽഡിംഗ് ആണ് നമ്മൾ വെക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള പേഴ്സ്മെന്റ് നമ്മൾ ഇടത്തുള്ളൂ, അല്ലെ? പക്ഷേ ആമേൻ സ്തോത്രം, ഒരു 5 നിലയോ ഒരു 10 നിലയോ ഒരു 15 നിലയുള്ള ബിൽഡിംഗ് ആണ്, ഒരു ഫ്ലാറ്റ് ആണ് നാം വെക്കുന്നെങ്കിൽ ആമേൻ അതിനനുസരിച്ച് ഏറ്റവും ആമേൻ ആമേൻ അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പണികളാണ് നടക്കുന്നത്. ആമേൻ നാളുകളെടുത്തുള്ള ആമേൻ വലിയ പണികൾ നടത്തിയതിനു ശേഷമാണ് വലിയ ബിൽഡിങ്ങുകൾ ആമേൻ പടുയർത്തുവാൻ പറ്റത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആമേൻ സ്വതം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എത്രയാണോ, വിശ്വാസത്തിൽ നാം എത്രയാണോ കുഴി കുത്തുന്നത്, ആമേൻ വചനം പറയുന്നത് കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എന്നാൽ നിങ്ങളും നിങ്ങളുടെ മാടുകളും ആമേൻ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കാമോ? ഒരു വിശ്വാസത്തിന്റെ കുഴി കുത്തി ഇന്ന് പകൽക്കാലം ഒന്ന് കാത്തിരിക്കാമോ? ആമേൻ സ്തോത്രം. ഒരു ഒഴുക്ക് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത്, നിങ്ങൾ വിചാരിക്കാത്ത ആമേൻ ഇടങ്ങളിൽ നിന്ന് ചില ഒഴുക്കുകൾ പുറപ്പെടും. ആമേൻ ഇത് വിശ്വാസത്തിന്മേൽ അത് സംഭവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്നത് ആമേൻ, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാ. ആമേൻ സ്തോത്രം. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ്. പ്രാർത്ഥന നല്ലതാ, ഉപവാസം നല്ലതാ, പക്ഷേ ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് വിശ്വാസമാണ്. ആമേൻ നമുക്കറിയാം, ആമേൻ സ്തോത്രം, ഒരു വ്യക്തി ആമേൻ സ്തോത്രം നമ്മളൊരു വ്യക്തിയോട് നമ്മുടെ സകല വിഷയങ്ങളും പറയണമെങ്കിൽ ആ വ്യക്തിയോട് നമുക്ക് അത്രത്തോളം വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവത്തോട് നമുക്ക് നമ്മുടെ സകല വിഷയവും പറയണമെങ്കിൽ നമുക്ക് ദൈവത്തിലൊരു വിശ്വാസം വേണം. ആമേൻ. ദൈവം നമുക്ക് സകലതും സാധ്യമാക്കി തരുമെന്നൊരു വിശ്വാസം വേണം. ആമേൻ ഹല്ലേലൂയ. എന്താണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്? ആമേൻ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ടെന്ന് ആദ്യം വിശ്വസിക്കണം. ആമേൻ സ്തോത്രം. നാം എല്ലാം രക്ഷിക്കപ്പെട്ട് പല ആമേൻ മതത്തിൽ നിന്ന് അല്ലെ പല പല പാരമ്പര്യങ്ങളിൽ നിന്ന് നാം കടന്നു വന്നവരാ. ആമേൻ സ്തോത്രം. നാം വിശ്വസിക്കേണ്ട ഒറ്റ കാര്യം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവന് ദൈവമുണ്ട്. ആമേൻ സ്തോത്രം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്ന അരുളിച്ചെയ്ത ദൈവം ആമേൻ ഏത് കഷ്ടതയിലും എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആമേൻ ഒരു വിശ്വാസമാണ് ആദ്യം വേണ്ടത്. രണ്ടെന്താണ്? തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലയോ? ഒന്ന്, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവര് ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. രണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ആമേൻ പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം വിശ്വസിക്കണം. ഈ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിപ്പാൻ കഴിയത്തില്ല ദൈവമക്കളെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നാം പറയാൻ, കർത്താവേ വർഷങ്ങൾ കൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിച്ചിട്ട് എന്റെ ഒരു ജീവിതത്തിൽ ഒരു വിടുതലില്ല എന്ന് പലപ്പോഴും നാം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് വിശ്വസിക്കുക. ആമേൻ. ഒന്ന് നാം ഓർക്കുക, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്രയാണെന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യണം. വലിയ പ്രാർത്ഥനയുടെ ലിസ്റ്റ് പലപ്പോഴും നാം ദൈവത്തെ, കർത്താവ് എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റത് വേണമെന്ന് ഒരുപാട് വിഷയങ്ങൾ നാം പറയാറുണ്ട്. എന്നാൽ നാം ആദ്യം ചിന്തിക്കേണ്ടത്, ആമേൻ എന്റെ ദൈവത്തിൽ എനിക്ക് ആഴമേറിയ വിശ്വാസമുണ്ടോ? എന്റെ ദൈവം തരുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടോ? ആദ്യം അത് വേണം നമ്മുടെ ജീവിതത്തിൽ ആദ്യം അത് പ്രാവർത്തികമാക്കേണ്ടത്. ആമേൻ. എന്നിട്ട് വേണം നമ്മുടെ വിഷയങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൊടുക്കേണ്ടത്. ആമേൻ സ്തോത്രം. എബ്രായർ 11 ആമേൻ 1 ആമേൻ 2 പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാരണം ദൈവം നമ്മുടെ ഒരു വാക്ക് ഇപ്പൊ നമ്മളോട് പറയുകയാണ്. ആമേൻ സ്തോത്രം. നിന്റെ കുഞ്ഞിനെ ആമേൻ ഞാൻ ഇന്നത് പഠിപ്പിക്കുമെന്ന് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? കർത്താവേ, ആമേൻ എനിക്ക് വിൽക്കുവാൻ, ആമേൻ പണയം വെക്കുവാൻ, അല്ലെങ്കിൽ ആമേൻ ലോൺ എടുക്കുവാൻ വസ്തുവോ വീടോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആമേൻ എന്റെ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ ഇത്രയും വലിയ പൊസിഷൻ? പൊതുവായിട്ട് നമ്മൾ അങ്ങനെയാ ചിന്തിക്കുന്നത്. എന്നാൽ ആ ചിന്തകളെ മാറ്റിയിട്ട് പറയുക, എന്റെ ദൈവം ആമേൻ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ആമേൻ വാക്കുമാറുന്ന ദൈവമല്ല. ആമേൻ വാക്കുമാറുന്നത് മനുഷ്യനാണ്, പക്ഷെ എന്റെ ദൈവം വാക്കുമാറുന്ന ദൈവമല്ല. എന്റെ ദൈവം ഒരു വാക്ക് എന്നോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ നാം അത് വിശ്വസിച്ചാൽ തീർച്ചയായും നമ്മെ
മാത്രമല്ല നമ്മുടെ തലമുറയെയും ദൈവം എത്തിക്കേണ്ടിടങ്ങളിൽ ദൈവം എത്തിപ്പാനിടയായി തീരും. ഇവിടെ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. നാം ഒരു കാര്യം ആഗ്രഹിക്കുമ്പോൾ നാം വിശ്വസിക്കുക അത് നമുക്ക് ലഭിച്ചു. ആമേൻ. ഒരു പക്ഷേ ആമേൻ നമ്മുടെ മുമ്പ് ശൂന്യമായിരിക്കാം, നമ്മുടെ ബാങ്ക് ശൂന്യമായിരിക്കാം, നമ്മുടെ കരങ്ങൾ ശൂന്യമായിരിക്കാം. പക്ഷേ ആമേൻ ഹാലേലുയ പൂർണ്ണമായിട്ട് നീ ഒന്ന് വിശ്വസിക്കാമെങ്കിൽ ആമേൻ സ്തോത്രം ഹാലേലുയ. ആമേൻ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഒന്ന് നമ്മുടെ മുമ്പിലുള്ള ശൂന്യതകളാണെങ്കിൽ വിശ്വസിച്ചാൽ ആമേൻ നിന്റെ വിശ്വാസത്തെ കണ്ട് ദൈവം നിനക്കത് തരുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. നമുക്ക് അബ്രഹാമിനെ പറ്റി അറിയാം. ആമേൻ സ്തോത്രം ഹാലേലുയ. ആമേൻ ഹാലേലുയ. ഉൽപ്പത്തി 12:1 നമ്മൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ചു ഓർത്തിരിക്കുകയാണ്. അബ്രഹാമേ, നീ ആയിരിക്കുന്ന ദേശം വിട്ട്, നിന്റെ പൃഥുഭവനം വിട്ട്, നിന്റെ ചാർച്ചക്കാരെ വിട്ട് ആമേൻ നീ പുറപ്പെടുവാനായിട്ട് പറഞ്ഞപ്പോൾ അബ്രഹാം തിരിഞ്ഞൊന്നും നോക്കിയില്ല. ആമേൻ സ്തോത്രം ഹാലിൽ. അബ്രഹാമിന്റെ ജോലി എന്താ? വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിലുള്ളതാ അബ്രഹാം എന്ന് പറയുന്നത്. ആമേൻ പലരും ആമേൻ അബ്രഹാമിനോട് പറഞ്ഞു കാണും, അബ്രഹാമേ ആമേൻ ഹാലേലി വല്ല ശബ്ദവും കേട്ടിട്ട് നീ ഇറങ്ങി തിരിക്കരുത്. ആമേൻ ഹാലേലുയ. നീ എങ്ങും എത്താതെ പോകുമെന്ന് ഒരു പക്ഷേ ബന്ധുക്കളും ചാർച്ചക്കാരൊക്കെ പറഞ്ഞാണ്. എന്നാൽ അബ്രഹാമിന് ഒന്ന് പറയാറുണ്ട്, ഞാൻ ഒത്തിരി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, ആ വിഗ്രഹങ്ങളൊന്നും എന്നോട് സംസാരിച്ചിട്ടില്ല, ആ വിഗ്രഹങ്ങളൊന്നും എന്റെ അവസ്ഥകളെ കണ്ടിട്ടില്ല. എന്നാൽ ഇതാ ഞാൻ വ്യത്യസ്തമായൊരു ശബ്ദം കേട്ടു, ഇന്ന് വരെ ഞാൻ കേൾക്കാത്തൊരു ശബ്ദം കേട്ടു. ആമേൻ ഹാൽ. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. എബ്രായർ 11:8 പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാൻ വിളിക്കപ്പെട്ടവരെ ആമേൻ സ്തോത്രം ഹാലേലുയ. ആമേൻ വിളിക്കപ്പെട്ടവരെ ആമേൻ അതനുസരിച്ച് എവിടേക്ക് പോകുന്ന അറിയാതെ പുറപ്പെട്ടെന്ന്. ആമേൻ ഹാലേലുയ. ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിന് അറിയില്ല എങ്ങോട്ടാണ് പോകുന്നെന്ന്. പക്ഷേ ആ വിളി അവൻ അനുസരിച്ചു, ആ വിളിയെ അവൻ വിശ്വസിച്ചു. ആമേൻ സ്തോത്രം ഇറങ്ങി തിരിപ്പാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ആമേൻ സ്തോത്രം ഹാലേലുയ. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. ആമേൻ നിന്നാൽ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം കേട്ട് ആമേൻ അബ്രഹാം തന്റെ 75-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിപ്പാനിടയായി തീർന്നു. അബ്രഹാമിന് ഒരു തലമുറയില്ല. ദൈവം തന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോഴും വലിയൊരു ജാതിയാക്കുമെന്ന് പറഞ്ഞപ്പോഴും ആമേൻ ഹാലെ അബ്രഹാമിന്റെ മുമ്പിൽ ഒരു തലമുറയില്ല. എങ്കിലും അബ്രഹാം അത് വിശ്വസിച്ചു. ആമേൻ ഹാലിൽ ഉൽപ്പത്തി 15:1 വീണ്ടും ദൈവം അബ്രഹാമിനെ വിളിക്കുകയാണ്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയാണ്, നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഇന്നു പകൽക്കാലം നിരാശയോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, പല ചോദ്യങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയ, നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. ആമേൻ. നിന്നോട് ഞാനൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ ഹാലിൽ അതല്പം വൈകിയാലും ഞാൻ അത് നിവർത്തിക്കുമെന്ന് ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങൾ കുലുങ്ങി പോകരുത്, നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. ഇവിടെ അബ്രഹാമിനോട് പറയുകയാണ്, ആമേൻ സ്തോത്രം, ഞാൻ നിന്റെ പരിചയ. അബ്രഹാമേ, നീ ക്ഷീണിച്ചു പോകരുതേ, നീ തളർന്നു പോകരുതേ, ഞാൻ നിന്റെ പരിചയാണ്. ആമേൻ. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ആമേൻ. അബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്, ആമേൻ ദൈവമേ യഹോവേ ഹാലെ എന്റെ ആമേൻ എനിക്കൊരു തലമുറയില്ല, ഇനി എന്റെ ഭവനത്തിലുള്ളതായ ആമേൻ ഹാലെ എലിയാസറ ആയിരിക്കാം എന്റെ അവകാശം എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ്, ഇല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാ ആകും. ആമേൻ. ദൈവം വീണ്ടും ആമേൻ അവന്റെ വിശ്വാസത്തെ വീണ്ടും ആമേൻ ഹാലയില് ദൈവം ഉറപ്പിക്കുകയാണ്. നിന്റെ ഭവനത്തിലെ ഏലിയാസർ ഒന്നും അല്ല നിന്റെ അവകാശി, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും. എന്നിട്ട് ദൈവം എന്താ ചെയ്യുന്നറിയാമോ? അബ്രഹാമിനോട് പറയാൻ, നീ ഒന്ന് പുറത്തോട്ട് ഇറങ്ങ, നീ ആകാശത്തിലോട്ടൊന്ന് നോക്ക്, ഈ നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിലോ നീ എന്നെ എണ്ണ. ആമേൻ. നീ ഒന്ന് എണ്ണി നോക്ക്, നിനക്ക് ഇതിനെ എണ്ണുവാൻ കഴിയുമോ? ആമേൻ. ഇതുപോലെ ഞാൻ നിനക്ക് സന്തതിയെ തരും. അബ്രഹാം അതങ്ങ് വിശ്വസിച്ചു. വചനം പറയുന്നത് അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. ആമേൻ ഹല്ലേലൂയ. അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം ഒരു വാഗ്ദത്തം പറയുമ്പോൾ ആമേൻ നമ്മുടെ മുൻപിൽ ശൂന്യമാണ്. ആമേൻ സ്തോത്രം. ദൈവം ആമേൻ നമുക്കൊരു ആമേൻ ഹല്ലേലൂയ ഒരു തലമുറ ഇല്ലാത്ത ഒരു ആമേൻ ഒരു വ്യക്തിയോട്, ഒരു കുഞ്ഞിനോട് ദൈവം നിനക്ക് തലമുറ തരുമെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഡോക്ടർമാർ പറയും, ആമേൻ നിനക്ക് ഇത് ഒരു തലമുറ
തലമുറ നിനക്കുണ്ടാകത്തില്ല എന്ന്. ഇനി ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും ഒരു തലമുറ നിനക്കുണ്ടാകത്തില്ലെന്ന് ഒരു പക്ഷേ ഡോക്ടർമാര് വിധി എഴുതിയിരിക്കാം. എന്നാൽ അതല്ല നീ വിശ്വസിക്കേണ്ടത്. എന്റെ കർത്താവ് എന്ത് പറയുന്നു? ആമേൻ. എന്റെ വിളിച്ച ദൈവം എന്ന് എന്ത് പറയുന്നു? ഇതുവരെ എന്നെ നടത്തിയ ദൈവം എന്ത് പറയുന്നു? അതത്രേ നാം വിശ്വസിക്കേണ്ടത്. ആമേൻ. ഹല്ലേലൂയ. അബ്രഹാം തന്റെ ശൂന്യതയിലും തന്റെ ശരീരത്തിന്റെ ആമേൻ ഹല്ലേലൂയ സാഹചര്യത്തിലും ആമേൻ തന്റെ സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവ അവസ്ഥയും അറിഞ്ഞ ആമേൻ അബ്രഹാം അതൊന്നും ഓർക്കാതെ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ അബ്രഹാം യഹോവയുടെ വാക്കിൽ ആമേൻ വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. വിശ്വസിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആമേൻ. സ്തോത്രം. ഹാലേലൂയ. ഉൽപ്പത്തി 21 അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം അവനൊരു തലമുറ നൽകി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് പറയട്ടെ. ആമേൻ. സ്തോത്രം. അല്പം വൈകി എന്ന് തോന്നിയാലും ആമേൻ ഭാരപ്പെടണ്ട. ആമേൻ. തക്ക സമയത്ത് ദൈവത്തിന്റെ സമയമാകുമ്പോൾ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം മറുപടി നൽകുവാൻ വിശ്വസ്തനാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ഒന്നു മാത്രമാണ്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അബ്രഹാം ദൈവം വാഗ്ദത്തം പറഞ്ഞപ്പോഴും അബ്രഹാം മുന്നിലൊന്നും കണ്ടില്ല. അപ്പോഴൊന്നും സാറ ആമേൻ ഹല്ലേലൂയ കൺസീവ് ആയില്ല. അപ്പോഴൊന്നും സാറ പ്രസവിച്ചില്ല. എങ്കിലും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചത് കൊണ്ട് ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ മാനിപ്പാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിശ്വാസം എന്ന ഹൃദയം നമുക്കുണ്ടാകരുത് ദൈവമക്കളെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായർ 3:14 വായിക്കും. അവിടെ പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിന്റെ പങ്കാളികളായിത്തീരുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ പങ്കാളികളാകുവാൻ നാം എന്താ ചെയ്യേണ്ടത്? ആ വിശ്വാസം, ആ ദൈവത്തിലുള്ള വിശ്വാസം നാം ഒന്ന് മുറുകെ പിടിക്കണം. ആമേൻ. നാം ആദ്യം ഇറങ്ങിയൊരു വിശ്വാസമുണ്ടല്ലോ. ചിലവരൊക്കെ തുടക്കത്തില് ആമേൻ ഹാല് ദൈവം വിളിച്ചൊക്കെ വേർതിരിക്കുമ്പോഴോ ഭയങ്കര ദൈവത്തിനുവേണ്ടി ഓട്ടവും പ്രയോജനപ്പെടലും ആമേൻ പരസ്യോഗങ്ങളും ട്രാക്ട് വിതരണവും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയാണ്. എന്നാൽ പിന്നെ 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 അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ അളവ് കുറഞ്ഞതായി കാണുവാനായിട്ട് നാം കഴിയും. അങ്ങനെ ഹല്ലേലൂയ ദിവസങ്ങളില് ആമേൻ ദൈവം നമ്മെ വിളിച്ച സമയത്തുള്ള വിശ്വാസം, നാം ഇറങ്ങി തിരിച്ചപ്പോഴുള്ള ആദ്യ വിശ്വാസം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആമേൻ കുറഞ്ഞു പോകുവാൻ ഇടയായി തീരരുത്. ആമേൻ. എബ്രായർ 3:16 മുതൽ 15 വരെ ഒന്ന് വായിക്കാമോ? എബ്രായർ 3:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ഗോഡ്. എബ്രായർ 3:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെടുന്നവർ എല്ലാവരുമല്ലോ 40 ആണ്ട് അവരോട് കൃത്തിച്ചു. പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ആമേൻ. സ്തോത്രം. ഇവിടെ പറയുന്നത് ആമേൻ ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ അടിമത്തത്തിൽ കിടന്ന ജനത്തെ ആമേൻ മോശ മുഖാന്തരം ദൈവം പുറത്തു കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര ആരാധനയും പ്രാർത്ഥനയുമായിരുന്നു. ആമേൻ. സ്തോത്രം. ഭയങ്കര വിശ്വാസമായിരുന്നു. എന്നാൽ ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ ആമേൻ ചില മരുഭൂമിയിൽ കൂടി ദൈവം അവരെ കടത്തിക്കൊണ്ടു പോയപ്പോൾ ആമേൻ ഹല്ലേലൂയ അവർ 40 ആണ്ട് ദൈവത്തോട് അവർ ക്രുദ്ധിച്ചു. ആമേൻ. അവർ പാപം ചെയ്യുവാൻ തുടങ്ങി. ആമേൻ. സ്തോത്രം. അവരുടെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നു. അവർ ദൈവത്തോട് പിറുപിറുക്കുവാൻ തുടങ്ങി. ആമേൻ. ദൈവം നയിക്കുവാൻ ഏൽപ്പിച്ചതായ ആമേൻ ജനത്തെ നയിപ്പിക്കുവാൻ ഏൽപ്പിച്ചതായ ആമേൻ മോശയോട് പിറുപിറുക്കുവാൻ തുടങ്ങി. അങ്ങനെ പാപം ചെയ്ത അനേകർ അവരുടെ അവിശ്വാസം മൂലം അവർ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ അവർ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആമേൻ അവരുടെ മുൻപിൽ അത്ഭുതങ്ങൾ ചെയ്താണ് ആമേൻ മിസ്രയീമിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നത്. ഇത് കണ്ട ജനം മരുഭൂമിയിലെ ചില അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ അവർ ദൈവത്തോട് പിറുപിറുത്തു. ആമേൻ. ഞങ്ങൾക്ക് മിസ്രയീം മതിയായിരുന്നു, അവിടെ ഞങ്ങൾക്ക് നല്ല ആഹാരം കിട്ടി, ഞങ്ങൾക്ക് അവിടുത്തെ നന്മ മതിയായിരുന്നു എന്ന് പറഞ്ഞ ദൈവത്തോട് പിറുപിറുക്കുകയും അവർ പാപം ചെയ്തപ്പോൾ ആമേൻ ദൈവം അവരെ എത്തിക്കാമെന്ന് പറഞ്ഞതായ കനാൻ ദേശത്ത്, വാഗ്ദത്ത ദേശത്ത് അവരെ ആമേൻ വിടാതെ വണ്ണം ദൈവം മരുഭൂമിയിൽ അവരെ ആമേൻ നശിപ്പിച്ചു കളഞ്ഞു. ആമേൻ. എബ്രായർ 4:1 മുതൽ 3 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്.
ആമേൻ അവിശ്വാസം മൂലം ഇസ്രായേൽ മക്കൾ ആമേൻ സ്തോത്രം മരുഭൂമിയിൽ പട്ടുപോയപ്പോൾ ആമേൻ ഹല്ലേലൂയ മരുഭൂമിയിൽ ദൈവം അവരെ തള്ളിയിട്ട് കളഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം ഇവിടെ ആമേൻ ദൈവം പറയുകയാണ് ആമേൻ വിശ്വസിച്ചവരായ നാമല്ലോ ആമേൻ സ്തോത്രം സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ നിന്റെ ആദ്യ വിശ്വാസം ഇപ്പോഴുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യണം. ആമേൻ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ആമേൻ ഹല്ലേലൂയ നാം വീണു പോകുവാനിടയായി തീരും. ആമേൻ ഹല്ലേലൂയ നമ്മുടെ വാഗ്ദത്തങ്ങളെ കാണുവാൻ കഴിയാതെ വണ്ണം നാം നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മിൽ നിന്ന് പൂർണ്ണമായി മാറ്റിക്കൊണ്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി നാം യാത്ര ചെയ്യണം. ലോകത്തെ നാം നോക്കി യാത്ര ചെയ്താൽ, നമ്മുടെ ചുറ്റുപാടുള്ളവരെ നോക്കി യാത്ര ചെയ്താൽ പലപ്പോഴും ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നമുക്ക് എത്തുവാൻ കഴിയില്ല ദൈവമക്കളെ. എന്നാൽ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനെ നോക്കി നാം യാത്ര ചെയ്താൽ, ആ പൂർത്തി വരുത്തുന്നവനെ നോക്കി നാം യാത്ര ചെയ്താൽ തീർച്ചയായും ദൈവം നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ കനാൻ ദേശത്ത്, ആ നിത്യതയുടെ ദേശത്ത് നമുക്ക് എത്തുവാനായിട്ടിടയായി തീരും. പലപ്പോഴും നാം പാടുവാറുണ്ട്, അങ്ങും ഇങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ആമൻ ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. അങ്ങനെയെങ്കിൽ അങ്ങും ഇങ്ങും നാം നോക്കണ്ട, വീണവരെ നോക്കണ്ട, ആമൻ ഹാലെ പിന്മാറി പോയവരെ നാം നോക്കണ്ട. നാം നോക്കേണ്ടത് ഒരാളെ മാത്രമാണ്, ആമൻ വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി യാത്ര ചെയ്താൽ ഈ മരുഭൂമി യാത്രയിൽ നാം തളർന്നു പോകത്തില്ല. ആമൻ ഈ മരുഭൂമി യാത്രയിൽ നാം ക്ഷീണിച്ചു പോകത്തില്ല. ഈ മരുഭൂമി ഹല്ലേലൂയ നമുക്ക് ആനന്ദമായി തീരും. ഈ മരുഭൂമി നമുക്ക് ആമൻ ഒരു പൂന്തോട്ടമായി തീരും. എന്നാൽ വിശ്വസിക്കാത്തവർക്ക് ആമൻ മരുഭൂമി ഒരു ശവപ്പറമ്പ് പോലെയാകത്തുള്ളൂ. ആമേൻ സ്തോത്രം. ആമേൻ എന്നാൽ വിശ്വസിച്ച നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ അവിശ്വാസം എന്ന ഹൃദയം ആമേൻ ദൈവം എനിക്ക് തരുമോ, ദൈവം എന്നെ അനുഗ്രഹിക്കുമോ, ആമേൻ ദൈവത്തെ ഞാൻ നോക്കി ഇറങ്ങിയിട്ട് മറ്റുള്ള മുമ്പിൽ ഞാൻ ലജ്ജിച്ചു പോകുമോ എന്നുള്ള ചിന്തയിൽ ആരെങ്കിലും ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നെങ്കിൽ ആ ഒരു ഹൃദയത്തെ ഇന്ന് പകൽക്കാലം ഒന്ന് അകറ്റണം. ആമേൻ സ്തോത്രം. 2 രാജാക്കന്മാർ 7:1 മുതൽ നാം ഒന്ന് വായിക്കാമോ? 2 രാജാക്കന്മാർ 7:1 മുതൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 2 സെയ ഗോതമ്പ് മാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നെന്ന് പറഞ്ഞു. രാജാവിന് കൈത്താങ്ങൾ കൊടുക്കുന്ന അകമ്പടി നായകൻ ദേവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിനും അവൻ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം. ഇവിടെ പറയുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ശമര്യയില് ക്ഷാമം കൊടികുത്തി വാഴുമ്പോൾ, ജനത്തിന് കഴിപ്പാൻ നല്ല ആഹാരമില്ലാതിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രവാചകൻ ഏലീശ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടേണ്ട, നാളെ ഈ നേരത്ത് ആമേൻ ശമര്യയുടെ പടിവാതിൽക്കൽ ശേക്കലിന് 1 സെയായി ഗോതമ്പുമാവും ശേക്കലിന് 2 സെയായി യവവും വിൽക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ അവിടെ നിന്ന് ദൈവപുരുഷനോട് പറയുകയാണ്, യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. അതിന് എലീശ പറയുകയാണ്, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല. ഇതാണ് ദുഷ്ടഹൃദയം എന്ന് പറയുന്നത്. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ശമര്യയിലെ ക്ഷാമം നടക്കുമ്പോൾ ആമേൻ കൊടികുത്തി വാഴുമ്പോൾ എലീശ പ്രവാചകൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഭാരപ്പെടണ്ട, നാളെ നിങ്ങൾക്ക് ആഹാരം ദൈവം തരുമെന്ന്. ആമേൻ ഹലോ. ഉടനെ അകമ്പടി നായകൻ പറയാണ്, അതൊരിക്കലും നടക്കത്തില്ല. ഇനി ആകാശത്തിൽ യഹോവ കിളിവാതിൽ ഉണ്ടാക്കിയാലും അത് നടക്കത്തില്ല. അവന്റെ അവിശ്വാസം നോക്കിക്കോ, അത് നടക്കത്തില്ല എന്ന്. എന്നാൽ ഇവിടെ പ്രവാചകൻ പറയുകയാണ്, നീ കാണും. ആമേൻ. പക്ഷേ ആമേൻ സ്തോത്രം, നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന്. ആമേൻ. പ്രിയ മക്കളെ, നാം ഒന്ന് ഓർക്കുക. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അവിശ്വാസം ഉണ്ടെങ്കിൽ പലർക്കും ദൈവം കൊടുക്കുന്ന നന്മ നമ്മൾ കാണും, പലരെയും ദൈവം അനുഗ്രഹിക്കുന്ന നന്മ അനുഗ്രഹിക്കുന്ന അനുഗ്രഹം നമ്മൾ കാണും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയില്ല.
ആമേൻ സ്തോത്രം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയത്തിന് ഞാനും നിങ്ങളും ഇടം കൊടുക്കരുത്. ആമേൻ. ഇവിടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവന്റെ അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം കാരണം ഏലിശ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ സംഭവിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ആമേൻ ജനത്തിന് ആഹാരം നൽകിയപ്പോൾ ആമേൻ സ്തോത്രം അവൻ കണ്ടു. പക്ഷെ അതിനെ അവൻ അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. കാരണം തിക്കിലും തിരക്കിലും പേട്ട് ജനം അവനെ ചവിട്ടിക്കൊല്ലുവാനായിട്ട് ആമേൻ അവരുടെ ചവിട്ടുകൊണ്ട് അവൻ മരിച്ചു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ. ആ പ്രവാചകൻ പറഞ്ഞ ദൂത് എത്ര കറക്റ്റാന്നറിയാമോ? അവൻ കണ്ടു. അവൻ ദൈവം ജനത്തിന് ആഹാരം നൽകി അവന്റെ കണ്ണുകൊണ്ട് കണ്ടു. പക്ഷെ അവൻ പ്രാപിച്ചില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആമേൻ അവിശ്വാസം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മൾ ആരുടെ മേലും ഉണ്ടാകാതെ വണ്ണം ആമേൻ സ്തോത്രം നാം സൂക്ഷിച്ചു കൊള്ളുക. ആമേൻ. ഹല്ലേലൂയ. എബ്രായർ ആമേൻ സ്തോത്രം 3:12 പറയുന്നത്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവേൻ. ആമേൻ സ്തോത്രം. അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തെ ത്യജിച്ചു കളയുവാനിട്ടിടയായി തീരും. ദൈവത്തിന്റെ വാക്കുകളെ നാം ആമേൻ ഹല്ലേലൂയ ആമേൻ ചവിട്ടിക്കളയുവാനിട്ടിടയായി തീരും. ഇന്ന് പകൽക്കാലം ഒന്ന് പറയട്ടെ, വിശ്വാസത്തിൽ ഒന്ന് ബലപ്പെടുവാൻ കഴിയുമോ? ആമേൻ. നാളുവരെ പല വിഷയങ്ങളും നാം കാത്തിരിക്കുന്നവരല്ലേ? ആമേൻ. നാളുകളായി ആമേൻ ഒരു വിടുതൽ കാണാതെ നാം ആമേൻ ഹല്ലേലൂയ ആമേൻ കാത്തിരിക്കുന്നവരല്ലേ? ഇന്ന് പകൽക്കാല ഭാരപ്പെടണ്ട. എന്റെ ദൈവം നിങ്ങൾക്ക് പരിചയമാണ്. എന്റെ ദൈവം നിങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലമാണ്. തക്ക സമയത്ത് ആമേൻ മറുപടിയുമായി വിശ്വസിക്കുന്ന നിന്റെ മേൽ ദൈവം കടന്നു വരുവാനായിട്ടിടയായി തീരും. ആമേൻ ഹല്ലേലൂയ. 1 തിമോഥെയോസ് 6:11-12 പറയുമ്പോൾ അവിടെ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന കാര്യമുണ്ട്. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. ജീവനെ പിടിച്ചുകൊള്ളുക. ഏത് വിട്ടോടണം? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ആ ജനത്തിന്റെ ഇടയിൽ ആമേൻ ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ലോകമോഹങ്ങൾ, ആമേൻ വഴക്കുകൾ, അസൂയകൾ, ആമേൻ സ്തോത്രം ദുർബുദ്ധികൾ, ആമേൻ സ്തോത്രം ഹല്ലേലൂയ അതുപോലെ ആദായ സൂത്രങ്ങൾ, ആമേൻ ധനികനാകുവാൻ ആഗ്രഹിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ അവരുടെ ചിന്തകൾ, ആമേൻ ഇതിലൊന്നും നീ കുടുങ്ങിപ്പോകരുതെന്ന് പൗലോസ് ആമേൻ തിമോഥെയോസിനോട് പറയുകയാണ്. ഇതിലൊന്നും നീ കുടുങ്ങിപ്പോകാതെ ആമേൻ ഇതെല്ലാം വിട്ട് നീ ഓടി എന്ത് വിശ്വാസത്തിന് നീ നല്ല പോർ പൊരുതണം. നിത്യജീവനെ ആമേൻ പിടിച്ചുകൊള്ളണം. വിശ്വാസത്തിന്റെ ആമേൻ ഹല്ലേലൂയ ആമേൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതിയെങ്കിൽ മാത്രമേ ആ നിത്യജീവനിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവനാമത്തിൽ പറയട്ടെ, ആമേൻ വിശ്വാസത്തെ ഒന്ന് മുറുകെ പിടിക്കണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മിലെ വിശ്വാസമാണ് നമ്മുടെ തലമുറകൾക്ക് പകരപ്പെടേണ്ടത്. ആമേൻ ഹല്ലേലൂയ. നാം വിശ്വസിക്കുമ്പോഴാണ് പലപ്പോഴും ആമേൻ ഞങ്ങളുടെ ഭവനത്തിൽ ഒരു വിഷയത്തിനോട് ഞാനും പാസ്റ്ററും കുഞ്ഞുങ്ങളും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ആ വിഷയത്തിന് ദൈവം ഒരു വിടുതൽ തരുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങളത് പറയാറുണ്ട്. മക്കളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിച്ച ആ വിഷയങ്ങളില്ലേ, ദൈവം നാം ഒക്കെ ആ വിഷയത്തിൽ വിടുതൽ തന്നു. അപ്പോ അത് അവരുടെ വിശ്വാസം വർദ്ധിപ്പാനിട്ടിടയായി തീരും. ഇവിടെ തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ വിശ്വാസം ആമേൻ ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും ആമേൻ അമ്മ യുനീക്കിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആമേൻ. തിമോഥെയോസ് ആരാണ്? ആമേൻ അപ്പോസ്തല പ്രവൃത്തി 16:1 പറയുന്നത്, വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ ഭക്തിയുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനാണ് ആമേൻ തിമോഥെയോസ് എന്ന് പറയുന്നത്. തിമോഥെയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ആമേൻ വലിയമ്മയുടെ വിശ്വാസം, നിന്റെ അമ്മയുടെ വിശ്വാസം ആമേൻ നിന്നിലും ഉണ്ടെന്ന് ആമേൻ ഞാൻ ഉറച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ആമേൻ നാം നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുക. ആമേൻ നമ്മുടെ വിശ്വാസം ആമേൻ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുന്നുണ്ടോ? ഇതിൽ അമ്മമാരുണ്ട്, വലിയമ്മമാരുണ്ട്. ഞാനൊന്ന് ചോദിക്കുകയാണ്, നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കളുടെ മേൽ പകരപ്പെടുന്നുണ്ടോ? നമ്മുടെ വിശ്വാസം നമ്മുടെ കൊച്ചുമക്കളുടെ മേൽ പകരപ്പെടുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകൽക്കാലം വരെ കർത്താവ് എന്നെ വിശ്വാസം പഠിപ്പിക്കണമേ. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച കാര്യമുണ്ട്, കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന്. ആമേൻ. യേശുവിന്റെ കൂടെ നടന്നിട്ടൊന്നും അവരെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തില്ല. അവർ യേശുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം, കർത്താവേ ഹല്ലേലൂയ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ ഒന്ന് ഇറക്കണമേ എന്ന് എത്ര പേർക്ക് ആമേൻ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? ആമേൻ സ്തോത്രം. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവിടെ ഒരു കനാന്യ സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. മാർക്കോസ് 15:22 മുതൽ 28 വരെ വായിക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ യേശുവിനോട് കർത്താവേ, ആമേൻ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണം, ആമേൻ മകൾക്ക് ഭൂതോപദ്രവമാണ്, അവളെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന്. ആമേൻ അവള് ആമേൻ ഹല്ലേലൂയ അവൾ യേശുവിന്റെ പുറകെ നടക്കുക. ശിഷ്യന്മാർ പറഞ്ഞു, യേശുവേ അവൾ എത്ര നേരം കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്, അവളുടെ കുഞ്ഞിനൊന്ന് സൗഖ്യമാക്കെന്ന് പറയുമ്പോൾ ആമേൻ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അതിന് അവൾ മറുപടി പറയുന്നു, ആമേൻ അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന്. നോക്കി അവളുടെ വിശ്വാസം നോക്കിയേ. ആമേൻ സ്തോത്രം. അവള് ആമേൻ യേശു പറയണ ഹാലിൽ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും അവൾ വിടാതെ, അവൾക്കറിയാം എന്റെ കുഞ്ഞിനൊരു വിടുതൽ വേണമെങ്കിൽ, എന്റെ കുഞ്ഞിനൊരു രക്ഷ ഉണ്ടെങ്കിൽ അത് ഈ കർത്താവിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അവൾ യേശുവിനെ വിടാതെ, യേശു അവളെ ഒഴിഞ്ഞു പോകുവാനായിട്ട് നോക്കിയപ്പോഴും യേശുവിനെ വിടാതെ യേശുവിനെ അവൻ പിന്തുടരുകയാണ്. ആമേൻ ഹല്ലേലൂയ. അതേ കർത്താവ് നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. യേശു അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ആ നാഴികയിൽ ആ കുഞ്ഞിന് സൗഖ്യം വന്നു. നോക്കിയേ. നാളെ സൗഖ്യം തരാമെന്നല്ല, അടുത്ത നീ പൊയ്ക്കോ സൗഖ്യം അവിടെ വന്നോളുമെന്നല്ല, ആ നാഴികയിൽ. അതാണ് അവളുടെ വിശ്വാസം. രക്തസ്രാവക്കാരി സ്ത്രീയെ നമുക്കറിയാം. പലരാലും ഹല്ലേലൂയ പല വൈദ്യന്മാരാലും അവൾ ചികിത്സിക്കപ്പെട്ടവളാ. അവളുടെ നന്മകളെല്ലാം സ്തോത്രം അവൾ വൈദ്യന്മാർക്ക് കൊടുത്ത് അവൾ കടന്നുപോയവളാ. എന്നാൽ ആരിൽ നിന്നും ഒരു സൗഖ്യം അവൾക്ക് ലഭിച്ചില്ല, ആരിൽ നിന്നും ഒരു വിടുതൽ അവൾക്ക് ലഭിച്ചില്ല. അവളുടെ നന്മകൾ നഷ്ടപ്പെട്ടതല്ലാതെ, അവൾ ക്ഷീണിച്ചതല്ലാതെ, അവളുടെ രോഗം കൂടി വന്നതല്ലാതെ ഒരു വിടുതലും ഒരു ആശ്വാസവും ആ രോഗത്തിൽ നിന്ന് ലഭിക്കുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ അവൾ യേശു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി അവൾ യേശുവിന്റെ അടുക്കൽ പോയി. പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ ഈ രോഗമുള്ള സ്ത്രീകൾ ആരെയും തൊടുവാൻ പാടില്ല, ആരെടുക്കൽ ഇരിക്കുവാൻ പാടില്ല, ആരെടുക്കൽ നിൽക്കുവാൻ പാടില്ല, ഒരു ഭവനത്തിൽ കയറാൻ പാടില്ല. ഇങ്ങനെ ഒത്തിരി നിയമങ്ങളുണ്ട്. എന്നാൽ അവൾ അതെല്ലാം അവഗണിച്ച് അവൾ നേരെ എനിക്കൊരു വിടുതൽ കിട്ടും, എനിക്ക് വിശ്വാസമുണ്ടെന്നുള്ള അവളുടെ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ച് ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടി അവൾ യേശുവിന്റെ അടുക്കൽ ചെല്ലുകയാണ്. അവൾക്കറിയാം യേശുവിനെ തൊടുവാൻ തക്ക യോഗ്യതയൊന്നും എനിക്കില്ല. അവൾ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഒന്ന് തൊടാമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തി പുറപ്പെടും. എല്ലാരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചട്ടെ. കർത്താവേ, എന്റെ അവിശ്വാസത്തെ ഒന്ന് ശാസിക്കണമേ, എന്റെ അവിശ്വാസത്തെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് പിഴുതു മാറ്റണമേ, വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം കണ്ണുനീരോടെ എത്ര പേര് ദിവസത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, എത്ര പേര് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആമേൻ. അവൾ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു എന്നറിയാമോ? യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. അത് അവളുടെ ശരീരത്തിലേക്ക് ആ ശക്തി വ്യാപരിച്ചു. ആമേൻ. അവളുടെ 12 വർഷമായി അവൾ ചുമന്നുകൊണ്ട് നടക്കുന്ന രോഗത്തെ 12 വർഷമായി അവളെ ക്ഷീണതയാക്കിയ അവളെ തളർത്തിക്കളഞ്ഞതായ ആ രോഗം ആ നിമിഷം സൗഖ്യമാകുവാനിടയായി തീർന്നു. ആ ബാധ അവളിൽ നിന്ന് മാറുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും രോഗശക്തികളിൽ നിങ്ങൾ ആരെങ്കിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രോഗത്തില് ഞാൻ ഒത്തിരി സാമ്പത്തികം ചിലവായിട്ടും എനിക്കൊരു വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിനകത്ത് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിശ്വാസത്തോടെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടാമോ? ഓ ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ശതാധിപൻ കവർന്നഹൂമിലുള്ള ശതാധിപൻ പറയുകയാണ്, എനിക്ക് പ്രിയനായവൻ ദീനം പിടിച്ചു മരിക്കാറായി കിടക്കുന്നു. പക്ഷെ യേശുവേ, എന്റെ ഭവനത്തിൽ വരുവാൻ തക്കതായ ഒരു യോഗ്യതയും എനിക്കില്ല. എന്നാൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതാ വിശ്വാസം. നമ്മളൊക്കെ പറയുന്ന, കർത്താവേ, ഇങ്ങോട്ട് ഇറങ്ങി വന്ന് എന്റെ തലയിലൊന്ന് തൊടണമേ, ആമേൻ ഹല്ലേലൂയ, എന്റെ മുമ്പിലൊന്ന് വരണമേ, എനിക്കൊരു തെളിവ് തരണമേ. ഇതൊന്നും അല്ല വിശ്വാസം.
ആമേൻ. ഇതിന്റെ വിശ്വാസം ഹൃദയത്തിൽ നിന്ന് പുറപ്പെടണം. ആമേൻ. യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ യേശുവിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആമേൻ. സ്തോത്രം. ലോകത്തെയും ലോകമോഹങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നടന്നാൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യേശുവിൽ വിശ്വസിക്കുവാനൊന്നും പറ്റത്തില്ല. ആമേൻ സ്തോത്രം. നീ യേശുവിലാണോ വിശ്വസിച്ചിരിക്കുന്നത്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. വിശ്വാസത്തോടൊന്ന് പറ, കർത്താവേ എന്നെ സൗഖ്യമാക്കണം. ആമേൻ. കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉയർച്ച വേണം. കർത്താവേ എനിക്കൊന്ന് പ്രാർത്ഥിച്ച് മുന്നേറണം. ആമേൻ. മറ്റു ഒരുപാട് പേര് ശുശ്രൂഷിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്ന് പുറത്തു വരുവാൻ കഴിയുന്നില്ല എന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് വരാൻ കഴിയുമോ? ഇവിടെ ഇതാ ആമേൻ സ്തോത്രം അല്ലെ ശതാധിപൻ പറയുകയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യേശുവേ എന്റെ ഭവനത്തിൽ നീ വരുവാൻ ഹല്ലേലൂയ ഞാൻ യോഗ്യനല്ല, ഞാൻ പോരാത്തവനാ. എന്നാൽ നീ അവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആമേൻ. ഭവനത്തിലായിരിക്കുന്ന എന്റെ ആമേൻ ബാല്യക്കാരന് ആമേൻ സൗഖ്യം വരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവന്റെ വിശ്വാസത്തെ കണ്ട ദൈവം ആമേൻ ആ ഹല്ലേലൂയ വ്യക്തി ആ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കി. ആ ബാല്യക്കാരനെ ദൈവം സൗഖ്യമാക്കി. ആമേൻ. കനാന്യ സ്ത്രീയുടെ വിശ്വാസം ആമേൻ സ്തോത്രം അവളുടെ പൈതൽ സൗഖ്യമാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ രക്തസ്രവമുള്ള സ്ത്രീയുടെ വിശ്വാസം ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവളുടെ രോഗബന്ധനം അഴിഞ്ഞവൾ സൗഖ്യമാകുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം നമ്മിൽ ഉണ്ടാകരുത്. ആമേൻ. സമയം വേഗത്തിൽ പോകുകയാണ്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 12 5 വായിക്കുമ്പോൾ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്തിനാ സഭ ശ്രദ്ധയോട് പ്രാർത്ഥിച്ചത്? ആമേൻ. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ പുറത്തു കൊണ്ടുവരണമേ കർത്താവേ എന്ന് സഭ ഐക്യതയോടെ ആമേൻ ഭയങ്കര പ്രാർത്ഥനയാണ്. ആമേൻ ഹല്ലേലൂയ. പെട്ടെന്ന് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കർത്താവിന്റെ ദൂതൻ അവിടെ വെളിപ്പെട്ട് അവിടെ ഇറങ്ങി വന്ന് പത്രോസിനെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് നേരെ കടന്നു വന്ന് എവിടെയാണെന്നറിയാമോ? ആമേൻ സ്തോത്രം. ഒരു കൂട്ടർ ആമേൻ യോഹന്നാന്റെ അമ്മ മറിയയുടെ ആമേൻ ഹല്ലേലൂയ വീട്ടിൽ ചെന്ന് അനേകർ അവിടെ ഒരുമിച്ച് കൂടി ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ഈ പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി. അവൻ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്, അവൻ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം എന്ന് പറയും. ഇവരെല്ലാം ഭയങ്കര പ്രാർത്ഥനയാണ്. അതിന്റെ കൂടെ രോധ എന്ന് പറയുന്ന ഒരു കുഞ്ഞും പ്രാർത്ഥിക്കുകയാണ്. അവളും പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഇവർ പ്രാർത്ഥിക്കുന്ന പത്രോസിനെ ആമേൻ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരണമേ എന്ന് അവളും പ്രാർത്ഥിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? പടിപ്പുര വാതിൽക്കൽ ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ മുട്ടുകയാണ്. ആമേൻ. ഇവൾ ഓടിച്ചെന്ന് ശ്രദ്ധിച്ചപ്പോൾ ആമേൻ പത്രോസിന്റെ ശബ്ദമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇവൾ ഡോറ് തുറക്കാതെ സന്തോഷത്തോടെ ഇവൾ ഓടിച്ചെന്ന് കൂടി പ്രാർത്ഥിക്കാനിരിക്കുന്നവരോട് പറയുകയാണ്, പത്രോസ് ഇതാ പടിപ്പുര വാതിൽക്കൽ നിൽക്കുകയാണെന്ന്. ആമേൻ ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. അപ്പൊ ഇവർ ഇത്ര നേരം പ്രാർത്ഥിച്ചെന്തിനു വേണ്ടിയാ? ഇവരാരോടാ ഇവർ പ്രാർത്ഥിച്ചെന്തിനു വേണ്ടിയാ? ആമേൻ. സമയം വേറിട്ട് ഇവർ കരഞ്ഞ എന്തിനു വേണ്ടിയാ? ഇവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചെന്തിനു വേണ്ടിയാ? പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചവരാ. പ്രാർത്ഥന കേട്ട ദൈവം പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് പത്രോസ് ആമേൻ പടിവാതിൽക്ക് നിൽക്കുന്നെന്ന് ഈ രോധ എന്ന് കുഞ്ഞു പറഞ്ഞപ്പോ അവര് പറയാൻ നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. ആമേൻ. പക്ഷെ അവർക്ക് ആർക്കുമില്ലാത്തൊരു വിശ്വാസം ഈ പൈതലിനുണ്ടായിരുന്നു, ഈ രോധ എന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴും അവൾ ശ്രദ്ധിച്ചു, പത്രോസ് ആമേൻ വാതിൽ മുട്ടുന്നുണ്ടോ, പത്രോസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവൾ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ശബ്ദം കേട്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് ആ വാതിലിന്റെ അടുത്ത് അവൾ ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി അത് പത്രോസാണെന്ന് മനസ്സിലായി. ആമേൻ. എന്നാൽ അവിശ്വസിച്ചിരുന്നവർ ആമേൻ വീണ്ടും ഈ ഡോറ് മുട്ടുന്ന കണ്ട് തുറന്നു നോക്കിയപ്പോഴാണ് അവർ കണ്ടത് ആമേൻ അത് പത്രോസാണെന്ന്. ഇതാ നമ്മുടെ അവിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ സ്തോത്രം. നമ്മൾ ഭയങ്കരമായിട്ട് ഉപവസിച്ച് കണ്ണുനീരിലും ഇങ്ങനെ ദിവസങ്ങൾ ആഹാരം വെള്ളം പോലും കുടിക്കാതിരുന്ന് പ്രാർത്ഥിക്കും. പക്ഷെ ആ വിഷയം ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ തരണേ എന്ന്. ഇതാണ് അവിശ്വാസം. ഇതിനെ പറയണം അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം. ആമേൻ. ദൈവം നമ്മുടെ മുമ്പിൽ അനുഗ്രഹം കൊണ്ടുവന്നാലും ആമേൻ ശുശ്രൂഷയ്ക്കായിട്ടുള്ള ഒരു വഴി ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നാലും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് വഴി തുറക്കണമേ എന്ന്. ഇന്ന് പകൽക്കാലം ആ അവിശ്വാസമുള്ള ഹൃദയം നമ്മൾ മാറ്റണം. നമ്മൾ നോക്കിയ ദാനിയേലിനെ നോക്കിയേ. ആമേൻ സ്തോത്രം. ബാബേലിലേക്ക് അടിമയായി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ദാനിയേൽ എന്ന് പറയുന്നത്. അവനൊരു തീരുമാനം ഉണ്ടായിരുന്നു. എന്താണ് തീരുമാനം? രാജാവിന്റെ ഭോജനമോ താൻ കുടിക്കുന്ന വീഞ്ഞോ ഒന്നും കൊണ്ട് ഞാൻ എന്നെ അശുദ്ധമാക്കത്തില്ലെന്ന് ഒരു തീരുമാനമെടുത്ത വ്യക്തിയാണ് ദാനിയേൽ എന്ന് പറയുന്നത്. അവന്റെ ജീവിതത്തിൽ ഒരു 10 ദിവസത്തെ പരീക്ഷ വന്നു. ആമേൻ ദാനിയേൽ ആമേൻ ഹല്ലേലൂയ തന്നെ ആഹാരം വിചാരകനോട് പറയുകയാണ്, ഞങ്ങളെ ഒന്ന് 10 ദിവസം ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ആഹാരം അതായത് രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെക്കാൾ ഞങ്ങളുടെ ശരീരം അങ്ങ് ശോഷിച്ചു പോയെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾക്ക് രാജഭോജനം വേണ്ട. ആമേൻ. ഞങ്ങൾക്ക് എന്ത് മതി? ശാഖപദാർത്ഥവും
പച്ചവെള്ളവും മതി. ആമേൻ സ്തോത്രം. അവന്റെ വിശ്വാസം നോക്കിയേ. ആമേൻ സ്തോത്രം. ഞങ്ങളൊന്ന് 10 ദിവസം പരീക്ഷിച്ചു. നമ്മളത് പറയത്തില്ല. നമ്മൾ പറയോ? നമ്മൾ പറയാം, നമ്മൾ കിട്ടുന്ന ആഹാരം വാരി കഴിച്ചിട്ട് പോകും. പക്ഷേ അവൻ പറയില്ല, ഞാനൊരു തീരുമാനം എടുത്തിട്ടാ വന്നത്. ഇതൊന്നും കൊണ്ട്, ഈ രാജാവിന്റെ ഭോജനമോ വീഞ്ഞോ ഇതൊന്നും കൊണ്ട് ഞാൻ എന്നെ അശുദ്ധനാക്കത്തില്ലെന്നൊരു തീരുമാനം അവനുണ്ടായിരുന്നു. അത് അവന്റെ ഒരു ആമേൻ ഹാലെ ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിശ്വാസമാണ് അവിടെ പ്രവർത്തികളാൽ വെളിപ്പെട്ടത്. എന്താണ്? ആമേൻ സ്തോത്രം. ഹാലേലൂയ. നിങ്ങൾ എന്നെ 10 ദിവസം ഒന്ന് പരീക്ഷിച്ച് നോക്ക്. ആമേൻ സ്തോത്രം. പരീക്ഷിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? ആമേൻ രാജാവിന്റെ ആഹാരവും വീഞ്ഞും കുടിച്ച ബാലന്മാരുടെക്കാളും ആമേൻ ഹാല് നല്ല പുഷ്ടിയുള്ള ശരീരം, ആമേൻ ഹാല് വിശ്വസിച്ച, ആമേൻ തീരുമാനമെടുത്ത, ആമേൻ ഹാല് പ്രിയപ്പെട്ടവരുടെ മേൽ ആ ബാലന്മാരുടെ മേൽ ദൈവം നൽകുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ നമ്മുടെ തീരുമാനത്തെ, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യാമോ? ആമേൻ നമ്മുടെ വിശ്വാസം ആമേൻ ഹാലിൽ അത് പ്രവൃത്തികളാൽ വെളിപ്പെടണം. വിശ്വാസം എങ്ങനെയാ പലപ്പോഴും നാം ഹാല് വാക്കൊണ്ട് വിശ്വാസം പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസം ആമേൻ പ്രവൃത്തികളാൽ വെളിപ്പെട്ട് വരണം. നമുക്കറിയാം ഹാലേലുയ, യാക്കോബ് 2:17 പറയുന്നത്, വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതിനാൽ സ്വതവേ നിർജീവമാകുന്നു. അവൻ ആ വിശ്വാസമില്ലാത്ത പ്രവൃത്തി നിർജീവമാണ്, അത് ശൂന്യമാണ്. എന്നാൽ നാം വിശ്വാസത്തോടു കൂടി നമ്മുടെ പ്രവൃത്തിയെ നാം ആമേൻ വെളിപ്പെടുത്തി കൊണ്ടുവരണം. നമുക്ക് അബ്രഹാമിനെ അറിയാം. നമുക്കറിയാം 25 വർഷം കാത്തിരിപ്പിന് ശേഷമാണ് അബ്രഹാമിന് ആമേൻ ഹാലെ ഇസഹാക്കിനെ ലഭിക്കുന്നത്. ഒരു ദിവസം ആമേൻ ദൈവം ആമേൻ അബ്രഹാമിനോട് പറയുകയാണ്, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ. ആമേൻ സ്തോത്രം. ഹാലേലൂയ. ആമേൻ അബ്രഹാം ഒന്നും ചിന്തിച്ചില്ല. ആമേൻ അവൻ ആരോടും ആമേൻ അനുവാദം ചോദിച്ചില്ല, സാറയോട് ചോദിച്ചില്ല. ആമേൻ കഴിഞ്ഞ ദിവസം ദൈവം എന്നോട് ഇങ്ങനെ ഒരു അരുളപ്പാട് അറിയിച്ചു, നമ്മുടെ ഏകജാതനായ മകനെ യാഗം കഴിക്കണമെന്ന് അറിയിച്ചു, ഞാൻ അവനെ കൊണ്ടുപോട്ടെ എന്ന് ആമേൻ ഹാലേലൂയ അബ്രഹാം ചോദിച്ചില്ല. കൂടെയുള്ള വൃദ്ധന്മാരോട് ചോദിച്ചില്ല. ആമേൻ വിശ്വാസത്തോടെ തന്റെ മകനുമായി കടന്നു പോകുകയാണ്. മകൻ ചോദിക്കുന്നപ്പാ ആമേൻ വിറകുണ്ട്, തീയുണ്ട്, ആമേൻ കത്തി എല്ലാം ഉണ്ട്, പക്ഷേ യാഗവസ്തു എവിടെ? അപ്പോഴും അബ്രഹാം വിശ്വാസത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, മകനെ യഹോവ കരുതിക്കൊള്ളും. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയും. കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, കരുതിയിട്ടുണ്ട്. ആമേൻ വരും ദിവസങ്ങളില് കരുതൽ വെളിപ്പെടും. ഇതൊന്ന് വിശ്വാസത്തോടെ ആയിരിക്കാം. നമ്മുടെ വിശ്വാസം ആമേൻ പ്രവൃത്തികളാൽ വെളിപ്പെടണം. വെറും വാക്കുകളാലല്ല നമ്മുടെ വിശ്വാസം വെളിപ്പെടേണ്ടത്, അത് പ്രവൃത്തിയിൽ നാം കൊണ്ടുവരണം. ഇവിടെ അബ്രഹാം വിശ്വസിച്ചു. ആമേൻ സ്തോത്രം. ഹാലേലുയ. ആമേൻ എന്റെ ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയത്. ഞാൻ വന്ന വഴികളിലെല്ലാം എന്റെ ദൈവം എന്നെ നടത്തി, ഇതുവരെ എന്റെ ദൈവം എന്നെ എത്തിച്ചു. ആമേൻ ഒരിക്കലും തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ ആമേൻ എനിക്ക് ദൈവം ഒരു മകനെ ദൈവം തന്നു. അങ്ങനെയെങ്കിൽ എന്റെ മകന് വേണ്ടി ദൈവം കരുതി കൊള്ളുമെന്നുള്ള ആമേൻ ഒരു ആഴമേറിയ ഒരു വിശ്വാസം ആമേൻ അബ്രഹാമിന് ഉണ്ടായിരുന്നു. ആമേൻ ഹാലേലൂയ. ആ വിശ്വാസം അവൻ പ്രവൃത്തികളാൽ വെളിപ്പെടുത്തി. ആമേൻ ആരോടും അനുവാദം ചോദിക്കാതെ കുഞ്ഞുമായിട്ട് അവൻ കടന്നു പോകുമ്പോൾ ആമേൻ ഹാലേലൂയ കുഞ്ഞിന് വേണ്ടി ദൈവം കരുതൽ ആമേൻ മറുസൈഡിൽ ദൈവം ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആമേൻ ഹാലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒന്ന് വിശ്വസിക്കുക. ആമേൻ. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ആമേൻ സ്തോത്രം. ഒരിക്കലും നമ്മുടെ ദൈവം ആമേൻ നമ്മിൽ വഴിയിലിട്ട് വെച്ച് പോകുന്നതല്ല. ആമേൻ സ്തോത്രം. ഹാലക്കാര ഒരിക്കല് ആമേൻ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ആമേൻ ഹാല കാരാഗ്രഹ പ്രമാണി ആമേൻ പൗലോസിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആമേൻ പൗലോസ് പറയുന്നത്, നീയും നിന്റെ കുടുംബവും ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ യഹോവയിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ ഹാലേലൂയ നാം യഹോവയിൽ ഒന്ന് വിശ്വസിക്കാമോ? കാരാഗ്രഹ പ്രമാണിയും കുടുംബവും യഹോവയിൽ ദൈവത്തിൽ അവർ വിശ്വസിച്ചപ്പോൾ വചനം പറയുന്നത്, ആമേൻ അപ്പോസ്തലപ്രവൃത്തി 16:34 പറയുന്നത്, ആമേൻ അവർ ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം അവർ ആനന്ദിപ്പാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹാലേലൂയ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ശൂന്യതയാണോ, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണോ, ആമേൻ മുന്നോട്ട് കടന്നു പോകാൻ കഴിയാതെ പ്രതികൂലങ്ങൾ കൂടെയാണോ നാം പോകുന്നത്? എങ്ങനെ ഒരു വിടുതൽ ആമേൻ നമുക്ക് പ്രാപിപ്പാൻ കഴിയും? എങ്ങനെ ഒരു ആമേൻ സ്തോത്രം വിടുതൽ എനിക്ക് കിട്ടുമെന്ന് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കുക. ആമേൻ ഹാലേലൂയ. ദൈവത്തിന് നമ്മെ ആമേൻ വിടുവിപ്പാൻ കഴിയും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നാണ്, വിശ്വസിക്കുക. ആമേൻ ഹാലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുക. ഇവിടെ കാരാഗ്രഹ പ്രമാണി ആമേൻ ഹാലേലൂയ കുടുംബമായി ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവരുടെ വീടടക്കം ആനന്ദിപ്പാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാമോ? ആമേൻ ഹാല ഒന്ന് യോഹന്നാൻ 5:4 പറയുന്നത്, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമാണ്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആമേൻ ഒന്നും നമ്മുടെ മുമ്പിൽ അസാധ്യമാകത്തില്ല.
പോകില്ല. നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, ഏത് പ്രശ്നം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരും. അതിനാവശ്യം വിശ്വാസമാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ യോഹന്നാൻ 14:1-3 വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം കലങ്ങി പോകരുത്. ഈ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ നമ്മളെ ആടി ഉലപ്പിക്കുന്ന ആമൻ ഏത് പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വന്നാലും വിശ്വാസത്തോടെ ആമൻ ഒന്ന് മുന്നോട്ട് പോകുവാൻ കഴിയുമോ? പ്രതികൂലങ്ങൾ വഴിമാറുവാനായിട്ട് ഇടയായി തീരും. ആമൻ വിശ്വാസത്തോടെ ചെങ്കടലിന്റെ മുമ്പിൽ നിൽക്കുന്ന ആമൻ അല്ല അബ്രഹാം, ആമൻ മോശ, ആമൻ ഹാല ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ വടിയെടുത്ത് ചെങ്കടലിനെ നേരെ നീട്ടിയപ്പോൾ ആ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹാലെ മുൻപില് ആമൻ നമ്മെ കൊണ്ട് ആമൻ സ്തോത്രം മാറ്റുവാൻ കഴിയാത്ത വിഷയങ്ങൾ, ആമൻ ഹല്ലേലൂയ, ആമൻ നമ്മെ കൊണ്ട് മറികടക്കുവാൻ കഴിയാത്ത വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ഒന്ന് വിശ്വസിക്കുക. എന്റെ ദൈവത്തിൽ ഒന്നും അസാധ്യമാകുകയില്ല. എന്റെ ദൈവത്തിനും സകലതും സാധ്യമാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാമോ? ആമേൻ സ്തോത്രം. ശതാധിപന്റെ വിശ്വാസം പോലെ, കനാന്യ സ്ത്രീ വിശ്വസിച്ചതുപോലെ, ആമേൻ രക്തസ്രാവമുള്ള സ്ത്രീ വിശ്വസിച്ചതുപോലെ, ആമേൻ സ്തോത്രം നമുക്ക് ദൈവത്തിൽ ഒന്ന് കർത്താവേ നീ എന്നെ വിടുവിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബ് ഹല്ലേലൂയ ദൈവവുമായിട്ട് മല്ല് പിടിക്കുമ്പോൾ പറയുന്നുണ്ട്, കർത്താവ് ദൈവമേ നീ യഹോവേ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. നീ എന്നെ കാണാൻ അനുഗ്രഹം, എന്റെ അനുഗ്രഹം നിന്റെ പക്കലാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ എന്റെ പേര് മാറണമെങ്കിൽ അപ്പൊ അത് നീ പ്രവർത്തിച്ചെങ്കിലേ പറ്റൂ. അവൻ യഹോവയിൽ വിശ്വസിച്ചു. ആമേൻ ഹല്ലേലൂയ മല്ല് പിടിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവന്റെ പേര് ദൈവം മാറ്റി. യാക്കോബിന്റെ അർത്ഥം ഉബായി എന്നുള്ള പേര് ദൈവം മാറ്റി. അവൻ ഇസ്രായേൽ എന്ന് പേര് കൊടുത്തു. അവന്റെ നടപ്പിന് ദൈവം മാറ്റം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമോ? ആമേൻ സ്തോത്രം. ഹാലെ രോഗമാകട്ടെ, ആമേൻ സാമ്പത്തിക വിഷയമാകട്ടെ, തലമുറയുടേതായ വിഷയമാകട്ടെ, ഏതാണ് നമ്മുടെ മുമ്പിലെങ്കിലും ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ ദാവീദ് പറയുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ആമേൻ ഹല്ലേലൂയ. നമുക്ക് ഹന്നയുടെ വിശ്വാസം അറിയാം. മക്കളില്ലാത്തവളാ, ആമേൻ നിന്ദിക്കപ്പെട്ടവളാ, വളയിൽ നിന്നയിൽ കൂടി കടന്നു പോയവളാ. അവൾ ആലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആമേൻ പുരോഹിതൻ പോലും അവളെ പരിഹസിച്ചു. ആമേൻ ഹല്ലേലൂയ. എങ്കിലും അവൾ വിശ്വാസത്തോടെ ആലയത്തിൽ പോയിരുന്നു ആമേൻ പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. പുരോഹിതൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുമെന്ന്. അവൾ അതങ്ങ് വിശ്വസിച്ചു. അവിടെ ആ സമയത്ത് വിടുതൽ ഒന്നും നടന്നില്ല. അവിടെ ആ സമയത്ത് ഒരു അത്ഭുതങ്ങളും നടന്നില്ല. ആമേൻ എങ്കിലും അവൾ ആ വാക്കിൽ വിശ്വസിച്ചു. അവൾ എഴുന്നേറ്റു, മുഖം കഴുകി, ആഹാരം കഴിച്ചു. പിന്നെ അവളുടെ മുഖം വാടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്നവരുടെ മുഖം വാടുവാൻ ദൈവം സമ്മതിക്കില്ല കേട്ടോ. ആമേൻ ഹല്ലേലൂയ. പലപ്പോഴും ആമേൻ ഹാലെ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവം നമ്മളെ പരിശോധിക്കുകയാണ്. ആമേൻ നാം നിലനിൽക്കുമോ? വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുമോ? ആമേൻ അതോ ദൈവത്തെ വിട്ട് നാം ഓടിപ്പോകുമോ എന്നൊക്കെ ആമേൻ പരീക്ഷിക്കുവാൻ ദൈവം ചില ആമേൻ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ടിടും. എന്നാൽ ദൈവത്തിൽ നാം ഒന്ന് മുറുകെ പിടിച്ച്, കർത്താവേ ഞാൻ നിന്നെ വിടുകയില്ല. ആമേൻ ഹാലെ ഞാൻ ഇറങ്ങി ആമേൻ തിരിച്ചെങ്കില ആമേൻ ഹാലെ ഇനി ഒരിക്കലും നിന്നെ വിട്ട ഒരു മടങ്ങിപ്പോക്ക് എനിക്കില്ല എന്ന് ആമേൻ വിശ്വാസത്തോടെ എന്റെ ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കാമെങ്കിൽ ആമേൻ മല പോലെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങള്, ആമേൻ യോർദാൻ പോലെ കവിഞ്ഞൊഴുകുന്ന വിഷയങ്ങളാണെങ്കിലോ ആമേൻ അതിനെ വഴി മാറ്റി വിടുവാൻ, നിങ്ങളെ മറുകര എത്തിക്കുവാൻ, ആമേൻ ഹാലെ നിത്യതയിൽ എത്തിക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ സ്തോത്രം. ഹാലെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ എല്ലാവരും ഒന്ന് ആമേൻ ഹാലെ ദിവസത്തിൽ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. കർത്താവേ എന്റെ ജീവിതത്തിൽ പലപ്പോഴും അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം വന്നിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും എന്റെ വാഗ്ദത്തങ്ങള് ആമേൻ എന്റെ മുമ്പിൽ വന്നിട്ടും എനിക്കത് പ്രാപിപ്പാൻ കഴിയാതെ അത് വീണ്ടും അത് ദൂരവേ പോയ അനുഭവങ്ങളുണ്ട്. കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വാഗ്ദത്തങ്ങളെ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ദൈവം പറഞ്ഞ വാക്കിനെ ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് എന്റെ ദൈവം തരാൻ ശക്തനാണ്. അത് ഏത് ആമേൻ കഠിനമായ വിഷയങ്ങളാകട്ടെ, എന്റെ ദൈവത്തിനൊന്നും അസാധ്യമാകയില്ലപ്പാ. ആമേൻ ഹാല മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാ. പല വിഷയങ്ങളും ആമേൻ ഹല്ലേലൂയ ആമേൻ പല വിഷയങ്ങളും മാറ്റുവാൻ അല്ലെങ്കിൽ പല വിഷയങ്ങൾ കൂടി കടന്നു പോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ എന്റെ ദൈവത്തിന് കഴിയും. ആമേൻ എന്റെ ദൈവത്തിന് സകലതും കഴിയും. വിശ്വസിക്കുന്നതിന് മേൽ ദൈവം പ്രവർത്തിക്കും. ആമേൻ വിശ്വസിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എല്ലാവർക്കും ഒന്ന് കർത്താവേ അപ്പൊ എന്നെ ഒന്ന് വിശ്വാസം പഠിപ്പിക്കണമേ. പലപ്പോഴും ഞാൻ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുകയാണ്. പലപ്പോഴും കർത്താവേ ആമേൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആമേൻ ഹല്ലേലൂയ ദൈവത്തിനോട് എന്തൊക്കെയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ പലപ്പോഴും എനിക്ക് കഴിയുന്നില്ല. എവിടെയൊക്കെയോ ഞാൻ ആമേൻ കുഴഞ്ഞു പോകുന്ന അവസ്ഥകൾ
എവിടെയൊക്കെയോ ഞാൻ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ, എവിടെയൊക്കെയോ ഹാലയ തളർന്നു പോകുന്ന അനുഭവങ്ങൾ. എന്നാൽ വചനം പറയുന്നത്, ക്ഷീണിച്ചിരിക്കുന്നവൻ എന്റെ ദൈവം ശക്തി നൽകുന്ന ദൈവം. ബലമില്ലാത്തവൻ എന്റെ ദൈവം ബലം നൽകുന്ന ദൈവം. കഴുകനെ പോലെ ഉയരങ്ങളിൽ എത്തിക്കുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. എന്നാൽ എന്റെ ദൈവം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്നെ വിശ്വസിക്കുന്ന ഒരു ഹൃദയം നിനക്കുണ്ടോ? എന്റെ വാക്കുകളെ നിനക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാ. ആമേൻ. പലപ്പോഴും ആമേൻ ദൈവ ശബ്ദം കേട്ടിട്ടും ഇത് ദൈവ ശബ്ദമാണോ എന്ന് ആമേൻ അവിശ്വസിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇല്ല, നീ വിശ്വസിക്കാതെ എന്റെ ശബ്ദം തന്നെയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന ആമേൻ ഞാൻ നിന്നെ ആമേൻ ശബ്ദം കേൾപ്പിച്ചിട്ടും പലപ്പോഴും നീ പിന്നെയും അവിശ്വാസത്തോടെ വൈദ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നീ ഒന്ന് വിശ്വസിക്കോ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. ഹല്ലേലൂയ. ആമേൻ. മറ്റുള്ള മുൻപില് ആമേൻ നിന്റെ ദൈവം എവിടെയെന്ന് ജാതികൾ ചോദിപ്പാൻ ഇടയാകാതെ നിനക്കൊണ്ട് പ്രവർത്തിപ്പാൻ ഞാൻ സർവശക്തനാ. എന്നാൽ ഈ ദിവസങ്ങളിൽ വിശ്വാസത്തിന്റെ കുഴികൾ കുഴിക്കുക. ആമേൻ. സ്തോത്രം. നിന്റെ മുമ്പിൽ എല്ലാം ആമേൻ പ്രതികൂലമായിരിക്കാം. ആമേൻ. മുമ്പിൽ ഒന്നും കാണുകയില്ലായിരിക്കാം. എന്നാൽ കാറ്റ് കടന്ന് തെളിവാക്കുന്ന ഒരു ദിവസം മുൻപിലുണ്ട്. ആകാശത്ത് വെളിച്ചം ശോഭിക്കുന്നില്ലെങ്കിലും കാറ്റ് കടന്ന് തന്നെ തെളിവാക്കും. ഈ ദിവസങ്ങൾ മറിഞ്ഞിരിക്കുന്ന ചില നന്മകൾ ആമേൻ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങൾ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചില വ്യക്തികളോട് ആമേൻ ആലോചന പറയുകയാണ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. അല്പസമയം തിരുവചനവുമായി അങ്ങയുടെ മുൻപാകെ നിൽപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവേ, ഹാലയിലെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ തലമുറയിലേക്ക് പകരപ്പെടട്ടെ. ആമേൻ. ഹാലയിൽ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന പോലെ ആമേൻ ആ വിശ്വാസം ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിന്റെ ആമേൻ വലിയ മേൽ കണ്ട വിശ്വാസം ആമേൻ നിന്നിൽ ആമേൻ നിന്റെ അമ്മയിൽ കണ്ട വിശ്വാസം നിന്നിൽ കണ്ടിരിക്കുന്നുവെന്ന് ഇന്ന് കാലം കർത്താവേ ആമേൻ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ തലമുറയിലേക്ക് പകർത്തി കൊടുക്കുവാൻ ആവശ്യമായ ഒരു ദൈവകൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. വിശ്വാസത്തില് ഈ ദിവസങ്ങൾ ഞങ്ങൾ കുഴികൾ വെട്ടി കാത്തിരിപ്പാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ഒന്നുപോലെ അനുഗ്രഹിക്കണമേ. വരും ദിവസങ്ങൾ ദൈവിക നന്മകൾ പ്രാപിപ്പാൻ ദൈവം കൃപ കൊടുക്കണം. ദൈവം ഏതെല്ലാം വാഗ്ദത്തങ്ങൾ പ്രിയപ്പെട്ടവരോട് ദൈവം ആമേൻ അരുളി ചെയ്തോ ആ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും കുറഞ്ഞു പോകുവാൻ ഇടയാകരുതേ അപ്പാ. ദൈവം ഒരു വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുവാൻ ഇടയാകരുതേ കർത്താവേ. ദൈവം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങനെ ദാസനായി കുടുംബത്തിനായി തലമുറകൾക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ വന്ന എല്ലാ പ്രിയപ്പെട്ട എൽപിയടിനെ സമർപ്പി നിർത്തിയതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.